അപ്പൊ കട്ടപ്പണം എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ ഒരു മാന്ത്രികന്റെ കഥ പറയുന്നതാണ്. അതെ, അതങ്ങനെ ഇരുന്നോട്ടെ. അപ്പൊ അതിലൊരു എന്തോ കൗതുകം ഇല്ലേ? ആരാണ് മാന്ത്രികൻ? അതിൽ ആ കൗതുകമാണ് ഞങ്ങളുടെ സിനിമയുടെ കൗതുകം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും ആ കട്ടപ്പാടം എന്ന് പറയുന്ന ഗ്രാമത്തിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഞങ്ങളുടെ പോർഷൻസ് ഒക്കെ ഷൂട്ട് ചെയ്തത് കോഴിക്കോടാണ്. കോഴിക്കോടാണ് കട്ടപ്പാടം. അതെ അതെ, ഞങ്ങളുടെ ഭാഗങ്ങളൊക്കെ കട്ടപ്പാടം എന്നുള്ള സ്ഥലം ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല, എനിക്കറിയില്ല. ഇനിയിപ്പോൾ കൂടുതൽ ഈ പേരിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ നമ്മൾ ഫൈസൽ കെയോട് ചോദിക്കേണ്ടി വരും. നമ്മുടെ കട്ടപ്പാടം സിനിമയിൽ കാണിക്കുന്നത് കോഴിക്കോടുള്ള ഒരു സ്ഥലമാണ് കാണിച്ചത്. അതെ അതെ. അപ്പൊ എങ്ങനെയാണ് ലൊക്കേഷൻ എക്സ്പീരിയൻസ്? ലൊക്കേഷൻ ഞാനൊരു കോഴിക്കോട്ടുകാരിയാണ്. ഞാൻ കോഴിക്കോടിന്റെ മകളും കൊച്ചിയുടെ മരുമകളുമാണ്. എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് തൃപ്പൂണിത്തുറയ്ക്കാണ്. ഞാൻ ഇപ്പൊ കോഴിക്കോടാണ് താമസിക്കുന്നത്. ഇങ്ങനെ വർക്കിന്റെ ഭാഗമായിട്ട് ഉള്ള ഓട്ടമായതുകൊണ്ട് കോഴിക്കോടാണ്, നാട്ടിലാണ്. അപ്പം ലൊക്കേഷൻ അങ്ങനെ പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് നമ്മുടെ നാട് തന്നെയാണ്. അല്ല, പാലക്കാട് ഉണ്ടായിരുന്നു, തൃശ്ശൂർ ഉണ്ടായിരുന്നു, വയനാട് ഉണ്ടായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷെ എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നത് കോഴിക്കോട് മാത്രമായിരുന്നു. അതെ, കോഴിക്കോട് മുക്കം പ്രദേശം, കാരന്തൂര്, മുക്കം, അങ്ങനെ ആ ഭാഗത്തൊക്കെ ആയിട്ടാണ്. കുറച്ച് ഉള്ളിലേക്കാണ്. അല്ല, കുറച്ച് അങ്ങോട്ട് പോണം. അതെ, ഇവര് പിക്ക് ചെയ്യും വണ്ടി. വീട്ടിൽ നിന്ന് പോയി വരെ തന്നെയായിരുന്നു. ഇവര് വീട്ടിലേക്ക് വന്നിട്ടില്ല, ഞാൻ ഇവരെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ ഷൂട്ട് ചെയ്ത സ്ഥലം ഏകദേശം അതിനടുത്തായിരുന്നു. അപ്പം ഫൈസൽക്കയുടെ ബ്രദറിന്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ എല്ലാവരും ഒരു ദിവസം. അതെ അതെ അതെ, കോഴിക്കോടാണ്. അതെ, മുക്കം ഭാഗത്താണെന്ന് തോന്നുന്നു. അപ്പം പുള്ളിക്കാരന്റെ റിലേറ്റീവിന്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി, വിനോദേട്ടനും ഞങ്ങൾ എല്ലാവരും കൂടി ഷൂട്ടിന്റെ ഒരു ദിവസം പോയി ഫുഡൊക്കെ കഴിച്ച്. കോഴിക്കോട് അറിയാലോ, ഭയങ്കര ആതിഥ്യ മര്യാദയുള്ള സ്ഥലമാണ്. ഒരുപാട് നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ്, കുറെ നല്ല മനസ്സുകളുടെ സ്ഥലമാണ്. അപ്പൊ അവിടെ പോയി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ദിവസം പിരിഞ്ഞായിരുന്നു. അപ്പൊ ഡയറക്ടറായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? ആളുടെ ആദ്യത്തെ സിനിമയാണ്, 15 വർഷത്തെ ഒരു. അതെ 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 അതെ. ഒരുപാട് നാളായിട്ട് ഫൈസൽക്ക കൊണ്ടുനടന്ന സ്വപ്നമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. എന്താ പറയാ, ഒരു സിനിമ എന്ന് പറയുന്നത് ആദ്യം മനസ്സിൽ കാണുന്നതും കണ്ണുകൊണ്ട് കാണുന്നതും ഒക്കെ ഡയറക്ടറാണ്. അപ്പൊ ഡയറക്ടർക്ക് അനുസരിച്ചുള്ള ക്യാരക്ടർ ആവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അറിയില്ല, പുള്ളിക്കാരനോട് തന്നെ ചോദിക്കണം. അല്ല, ഫൈസൽക്ക ഭയങ്കര പാവം മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതെ 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 അതുകൊണ്ട് നമ്മളെ കൂടെ തന്നെ എല്ലാവരെയും കൂടെ ഒപ്പം ഇരിക്കുന്നു, നമ്മളെ കൂടെ തന്നെ ഭക്ഷണം കഴിക്കുന്നു. ഭയങ്കര ഒച്ചയും ബഹളവും ഒന്നും ഇല്ലാത്ത ഒരു സാധു ഡയറക്ടർ. അപ്പോൾ എന്തായാലും നമ്മുടെ സിനിമ റിലീസ് ചെയ്യാൻ പോവാണ്. എന്താണ് നമ്മുടെ ഓഡിയൻസിനോട് അവസാനമായിട്ട് പറയാനുള്ളത്? ഓഗസ്റ്റ് 30 എന്ന് പറയുന്ന ഡേറ്റാണ് നമ്മുടെ സിനിമയുടെ റിലീസിങ് ഡേറ്റ്. 23 വിചാരിച്ചിരുന്നത്. അപ്പോൾ അത് അങ്ങോട്ടേക്ക് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്, വയനാട് ദുരന്തം കാരണം. അപ്പോൾ എല്ലാവരും ഒരുപോലെ ഈ സിനിമ പോയി കാണണം. കുടുംബമായിട്ട് പോയി കാണാൻ പറ്റുന്ന എല്ലാ എലമെൻസും ഇതിലുണ്ട്. പ്രണയമുണ്ട്. പ്രണയം എത്രത്തോളം വർക്കായെന്ന് എനിക്കറിയില്ല. ഞാൻ അമ്മയായതുകൊണ്ട് പ്രണയത്തിനെ പറ്റി ഞാൻ ചോദിച്ചിട്ടില്ല. പ്രണയമുണ്ട്, എന്താ പറയുക, ഇമോഷണൽ ഡ്രാമ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം എല്ലാം ഒത്തിണങ്ങിയ പടമാണ്. എല്ലാവരും പോയി കാണുക. തിയേറ്ററിൽ ഒരു ഹിറ്റായിട്ട് കട്ടപ്പാടത്തെ മാന്ത്രികൻ മാറട്ടെ. അപ്പോൾ ഇനി ഒരുപാട് സിനിമകൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സിനിമയും ഒരു ഗംഭീര വിജയമാവട്ടെ. ചേച്ചിക്ക് ഒരുപാട് നല്ല വേഷങ്ങൾ കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.